ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു നിമിഷം മുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാരതന്ത്ര്യങ്ങൾ, അടിമത്തങ്ങൾ, അസ്വാതന്ത്ര്യങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഭേദിച്ച് നമ്മൾ നമ്മുടെ മടക്കയാത്ര, വിമോചനത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. രണ്ടാമതായി നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ബാബിലോണിൽ നിന്ന് എല്ലാവരും ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. അതിലേറ്റവും പരിതാപകരമായ കാര്യം, ലേവ്യരുടെ എണ്ണം എടുക്കുമ്പോൾ ഏതാണ്ട് 70 അടുത്ത്, അല്ലെങ്കിൽ 70-80 ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് ലേവ്യരുടെ മടങ്ങിപ്പോകുന്നവരുടെ എണ്ണം. എന്തുകൊണ്ടാണ് ജനത്തിന് ദൈവം മോചനം പ്രഖ്യാപിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ ഒരു യാത്രയുടെ ഒരുക്കങ്ങൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ജനം മടങ്ങിപ്പോകാത്തത്? അത്രമേൽ സുഖപ്രദമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി അവർക്ക് ബാബിലോൺ അന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ബാബിലോണിൻ്റെ ഈ കംഫർട്ട് സോൺ വിട്ട് ജെറുസലേമിൻ്റെ ഈ ഇല്ലായ്മകളിലേക്ക് പോകാൻ, അത് തങ്ങളുടെ ജന്മനാടാണെങ്കിലും അത് അവശേഷിപ്പിക്കുന്ന